Advance happy birthday. Advance happy birthday to you. അമ്മയുടെ ബർത്ത്ഡേ ഇത് നമ്മള് പ്ലാനിലില്ലാത്ത ഇപ്പൊ കരയണ എന്തിനാണ്? ഇന്ന് കരയരുത്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ്ടല്ലോ. കണ്ണൊക്കെ നിറഞ്ഞ് കരയണു. കരയണ്ടേ? അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞാൻ വീട്ടിലോട്ട് എത്താൻ 1 hour പർച്ചേസ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. പക്ഷേ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്താറായ സമയത്താണ് സന്തോഷ വാർത്തയാണോ അതോ സങ്കട വാർത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. തനിക്ക് വാട്ടർ ബ്ലോക്ക് ആയി. പക്ഷേ ഈ മന്ത് എൻഡിലോട്ടാണ് ഓൾമോസ്റ്റ് നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നത്. ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലോട്ടായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ശരിക്കും ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വളരെ ഏർലി ആയിട്ടുള്ള ഡെലിവറി. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇന്ന് March 7. അപ്പോൾ ഇന്നാണ് അമ്മ ഇവിടെ നിന്ന് ന്യൂസിലാൻഡിലോട്ട് പോകുന്നത്. സോ നമ്മൾ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വ്ളോഗ്സ് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അമ്മയുടെ ബർത്ത്ഡേ ആണ് March 10. ഇന്നല്ല March 10. സോ അമ്മ ഇന്ന് ഓൾറെഡി ന്യൂസിലാൻഡിലോട്ട് പോണ കാരണം കൊണ്ട് തന്നെ കുറച്ച് ദിവസം മുന്നേ അമ്മയുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സോറി അടിച്ചുവാരലും പൊടിയും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ആയിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്. ഇന്നലെ ആസ് യൂഷ്വൽ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് 7 മണിയായപ്പോൾ എണീറ്റു. കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ താഴെ ചെയ്യണം. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും സാധനങ്ങളൊക്കെ വയ്ക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് March 10. അപ്പോൾ March 10 മുന്നായിട്ട് അമ്മ പോണ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു കുട്ടി സർപ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളതൊക്കെ വഴിയെ വീഡിയോയിൽ വരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യുക. വലിയ എനർജിയോ അല്ലെങ്കിൽ സന്തോഷമൊന്നും ഇല്ല. ബിക്കോസ് അമ്മ പോണതിൻ്റെ സങ്കടത്തിലിരിക്കുകയാണ് ഞാൻ, അറിയാലോ. അതാ പക്ഷെ അമ്മയടുത്ത് കാണിക്കാൻ പറ്റില്ല. അമ്മേനെക്കാട്ടിലും വലിയ സങ്കടത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 6 മാസം കഴിഞ്ഞിട്ട് എന്തായാലും വരുള്ളൂ. ചിലപ്പോൾ 9 മാസം ആവും. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അമ്മേനെ ഇത്രയും നാൾ പിരിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അമ്മയുടെ തന്നെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഞാൻ താഴോട്ട് പോട്ടെ. ഇത്ര നേരം താഴെ തന്നെയായിരുന്നു. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഓർത്തത് വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇനി താഴോട്ട് പോട്ടെ. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റാവുന്നിടത്തോളം വഴിയെ എടുക്കുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യാം. ഇത് കഴിഞ്ഞ മാസം കുടുംബസമ്മേളനത്തിന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാതാവാട്ട, സുന്ദരി മാതാവ്. ഇത് നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് മാതാവിനെയും പിന്നെ ഈ ബാനറും നമ്മൾ കൊണ്ടു കൊടുക്കണം. ഇതാ ഈ വീട്ടിലോട്ടാണ് നമുക്കത് കൊടുക്കാനായിട്ട് പോകുന്നത്. കൊടുത്തിട്ട് വരാം. ഇത് ചിക്കുവിന്റെ പോലില്ലേ കാണാൻ, പക്ഷെ ഇത് ചിക്കുവല്ല ഗൈസ്. ദിസ് ഇസ് ഡയാന. മാതാവിനെ നമ്മൾ ഈ വീട്ടിലോട്ട് കൊണ്ടു കൊടുത്തട്ടാ. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മള് മാതാവിനെ. ചേട്ടന്റെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളും കൊണ്ട നമ്മുടെ ജെറുഫ് എത്തിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് സാധനങ്ങള്, കൊറേ ഉണ്ട് സാധനങ്ങള്. നിന്നെ ട്രോൾ ചെയ്തല്ലടാ കുട്ടാ, ഞാൻ കാണിച്ചു കൊടുത്തതല്ലേ നിന്നെ. ഇനിയുണ്ട് കൊറേ സാധനങ്ങള്. അത് അകത്ത് കൊണ്ടുവച്ചിട്ട് വരാം. അതകത്ത് ഉണ്ടാക്കി ഒരടക്ക് സാധനങ്ങളുണ്ട്. ഇതിപ്പോ ആവുമ്പോ വെയിറ്റ് ലിമിറ്റ് കഴിയില്ലോ. ചിപ്സ് പുറത്ത്, ചിപ്സിന്റെ ഉള്ളില് ഫോട്ടോ സ്റ്റാറ്റ് ഒന്ന് വേട കേറ് വായ. ഇനി ജെറുഫൊന്നും തന്നില്ലാന്ന് വേണ്ട. ഇത് മൊത്തം അമ്മ എടുത്തോ. ജെറുഫൊന്നും തന്നില്ലാന്ന് വേണ്ട. ചേട്ടൻ കൊടുത്തു, ചേട്ടന്റെ മമ്മി കൊടുത്തു വിട്ടതാ. മമ്മി കൊടുത്തയച്ചതാ. പപ്പ ബേക്കറി പോയിട്ട് വന്നേന്ന്. അല്ല ഇനി കഴിഞ്ഞു ഇനിയില്ല. ഇനി വെയിറ്റിൽ ഇത്രയുണ്ട്. തന്നെയുണ്ട് 5-10 കിലോ. ജെറുഫിന്റെ ചേട്ടന്റെ മമ്മി, റാണി മമ്മിയുടെ വക ഇത് മൊത്തം. ഷൂസ്
ഡാഡു ഇപ്പിയുടെ ഷൂസാ ഡാഡു അത് കണ്ട അത് മോശമായിട്ട് പറഞ്ഞത് അങ്ങനെ ചിക്കുന് വിഷമായി അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല വെള്ളം ഇനി നമ്മള് സർപ്രൈസുകൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ജെറിഫ് ഒരു ബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ജെറിഫ് ഒരു ബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാം ദേ ഇതാണ് ബൊക്കെ എടാ അമ്മയുടെ ബർത്ത്ഡേ 10-ാം തീയതിയാണ് കേട്ടാ 10-ാം തീയതിയാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളൂ ഓക്കെ നീ നടന്നോ അങ്ങനെ പിടിച്ചിട്ട് വെക്കോ നീ ഒന്ന് ഫ്രണ്ടിൽ നടന്നോ അമ്മ ഇപ്പൊ സർപ്രൈസ് ആവില്ലെന്ന് നോക്കാട്ടാ അവന്റേത് മിടുക്കി എന്ന് പറയണ്ടത് അവന്റെയാ എടാ നീ ഒന്നിലും നന്ദി ഉണ്ടാന്നൊക്കെ ചിക്കുന്റെ ഡബ്ബാട്ടത് നന്ദി ഉണ്ടാ അമ്മയ്ക്ക് ഒരു ബൊക്കെ കൊടുത്തേന്ന് അവള് ഡ്രസ് മേടിച്ചൊന്ന് ബർത്ത്ഡേ അതാണ് ഇപ്പൊ ആ ഡ്രസ് ഇരിക്കണത് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയിട്ട് കടയിൽ തുണിയോളം നോക്കാൻ അതൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഡ്രസ് മേടിച്ചോ സർപ്രൈസാ സന്തോഷായ ബൊക്കെ ഇഷ്ടപ്പെട്ട ഇതാ വണ്ടി ആട്ടാ ബൊക്ക മറ്റേതാ വൈറ്റാക്കിയതാണ് അമ്മയുടെ ഉള്ളിൽ ചുവപ്പല്ലാന്ന് പേപ്പറില്ലാന്ന് അതൊക്കെ കുറച്ച് ദിവസമായി സന്തോഷായ സന്തോഷായ അമ്മ നെഞ്ചിന്റെ ഉള്ളിലാണ് അമ്മ മാതാവിനോട് പറഞ്ഞത് കരയണ എന്തിനാണ് കരയണ്ട പ്രാർത്ഥിച്ചിറങ്ങും അല്ല അമ്മ കരയണ്ട സന്തോഷല്ലേ ഒരു പൂവ് കിട്ടിയതിന് സന്തോഷിക്കണ്ടേ നല്ല പൂവ് നല്ല പൂവ് നന്നായിണ്ട് കേട്ടാ ദൈവേ നിന്നെ നോക്കിട്ടില്ല മാതാവിനുള്ളതാ അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും മാതാവിനുള്ളതാ അത് അമ്മയ്ക്ക് കൊടുക്കാനുള്ളതല്ലേ എനിക്കുള്ളതൊക്കെ എന്റെ അമ്മയ്ക്കുള്ളത് അതെ മാതാവിനുള്ളതാണ് അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും സന്തോഷായോ സന്തോഷായി ഗിഫ്റ്റുകളാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്നോണ്ടിരിക്കണേ ഗൈസ് ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ആണ് മാർച്ച് 10-ാം തീയതി അതിന് മുന്നേ അമ്മ പോവും ഇതവിടെ നേരെ പോവും അതിന് മുന്നേ അമ്മ 7-ാം തീയതി അമ്മ ന്യൂസിലൻഡ് പോവാണ് സോ അമ്മയ്ക്ക് ഞാൻ സർപ്രൈസ് ആയിട്ടൊരു ചുരിദാർ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് സോ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനുള്ളിൽ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചുരിദാർ ഞാൻ എടുത്തിട്ടുള്ളതല്ല ഇപ്പം അമ്മയുടെ വിചാരം അമ്മേനെ എടുക്കാൻ പോണെന്നാണ് പക്ഷേ അമ്മേനെ എടുക്കാൻ പോകുന്നത് ഞാനാണ് എടുക്കാൻ പോകുന്നത് ബില്ല് ഞാനാണ് പേ ചെയ്യാൻ പോകുന്നത് സർപ്രൈസാണ് അമ്മ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇറങ്ങി വന്നിട്ട് വേണം അമ്മ എടുത്ത് സർപ്രൈസ് ഞാനവിടെ കാഴ്ച കൊടുക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാനായിട്ട് ഓക്കെ ഇതാണോ ആദ്യം ഇട്ട് നോക്കാൻ പോണേ മാറുന്നത് ഇടില്ലല്ലോ ഇതാണോ ആദ്യം ഇട്ട് നോക്കാൻ പോണേ ഓക്കെ മാറുന്നത് ഇടില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഇതിന്റെ കാലും കൂടെ വരുന്നുണ്ട് കാലെടുത്ത് കാണിച്ചു കൊടുത്തമ്മ ഇതിനൊരു കാലും കൂടെ വരുന്നുണ്ട് ഇത് സെറ്റാണ് ഇതാണ് ഫസ്റ്റ് ചുരിദാർ ഇതിന്റെ കാല് ഇങ്ങനെ വരും ഇത് കാല് വരും രസമുണ്ട് എനിക്ക് ഇഷ്ടമായി അമ്മക്ക് ഇഷ്ടമായി അല്ലേ ഇനി അടുത്തത് ഇതിട്ട് നോക്ക് മറ്റേത് ആ ബ്ലാക്ക് വേണ്ട കേട്ടാ ഇതിട്ട് നോക്ക് രണ്ടും ചുരിദാർ സെറ്റുകളാണ് ഇതിട്ട് നോക്കാം നമുക്കിനി ഇതാണ് രണ്ടാമത്തെ ഇത് കുറച്ച് ടൈറ്റ് ആണല്ലോ സെയിം സൈസ് തന്നെയാണ് രണ്ടും പക്ഷെ ഇത് കുറച്ച് ടൈറ്റ് ആണ് പക്ഷെ എനിക്ക് മറ്റേത് തന്നെയാണ് ഇഷ്ടമായതും കാണാൻ ഭംഗി കുറച്ചുകൂടി അത് തന്നെയാണ് ഭംഗിയും അപ്പൊ നമ്മൾ മറ്റേത് ഫൈനലൈസ് ചെയ്യല്ലേ ഓക്കെ ശരി കമോൺ ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകണം ഗൈസ് കുറെ നേരം തെണ്ടി തുടങ്ങിയിട്ട് സുഡിയോയിലൊക്കെ തെണ്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാൺ 99 തണ്ടാൻ വന്നിട്ടുള്ളത് മാറിയോ അങ്ങനെ അമ്മ ഒരു ചുരിദാർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് വലിയ പോകുമ്പോൾ അമ്മ സർപ്രൈസ്ഡ് ആവും അങ്ങനെ നമ്മൾ കല്യാൺ 99 ഇറങ്ങി ഗൈസ് കല്യാൺ 99 നമ്മൾ ഇറങ്ങി
ഇങ്ങോട്ട് നിക്ക്, അങ്ങോട്ട് നടന്നോ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ട സർപ്രൈസ്? ഇഷ്ടപ്പെട്ട സർപ്രൈസ്? വീട്ടിൽ പോട്ടെ ഗൈസ്, കൊറേ നേരം തെണ്ടി തണക്കുക തുടങ്ങിയിട്ട്. വീട്ടിൽ പോട്ടെ. ഇപ്പൊ കരയണെന്തിനാണ്? സന്തോഷിക്കണ്ടേ? നല്ല അടിപൊളി ചുരിദാർ കിട്ടിയ സന്തോഷം വേണ്ടേ? കരയണെന്തിനാണ്? കരഞ്ഞ ഇവിടെ ചുരിദാർ തിരിച്ചു കൊടുക്കും ഞാൻ. ഞാൻ ഡ്രസ് എടുക്കും, അതും വേണ്ടേ? വീട്ടിൽ പോവാ. കരയരുത്, ഒരാഴ്ച ഉണ്ട്, ശനിയാഴ്ച കരയാം നമുക്ക്. ഇന്ന് കരയരുത്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ്ടല്ലോ, കണ്ണൊക്കെ നിറഞ്ഞ് കരയണു. കരയണ്ടേ? കരയണ്ട കേട്ടാ. ഞങ്ങള് വീട്ടിൽ പോട്ടെ ഗൈസ്. ഞങ്ങളെല്ലാം ഇവിടെ കരഞ്ഞ് കോളമാക്കും. കരഞ്ഞു. ഞങ്ങള് വീട്ടിൽ പോട്ടെ ഗൈസ്. അമ്മ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് സമ്മാനം. ആ വണ്ടിയിൽ ആ കാറില്, റെഡ് കാറില് അമ്മ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. മാർച്ച് 10-ാം തീയതിയാണ് അമ്മയുടെ ബർത്ത്ഡേ. പക്ഷെ അമ്മ മാർച്ച് 10-ാം തീയതി ഇവിടെ ഉണ്ടാവില്ല. അമ്മ മാർച്ച് 7-ാം തീയതി പോകും ചേച്ചിയുടെ അവിടേക്ക്. സോ ഞാനത് ഓർത്ത് വെച്ചിട്ട് കുറച്ച് നാളായി ആലോചിച്ച് തുടങ്ങിയിട്ട്. സോ എനിക്ക് വർക്കില്ലാത്ത കാരണം കുറച്ച് നാളായി ഞാൻ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയിട്ട് ഇതിലോട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. അത്ര വലിയ വിലയുടെ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു ചുരിദാറിൻ്റെ സെറ്റ് എനിക്ക് മേടിച്ചു കൊടുക്കണം. എന്ത് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചുരിദാർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് നമ്മൾ. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം. ഓക്കെ. സന്തോഷമായി, സങ്കടമായി, സന്തോഷമായി അല്ലേ? ഓക്കെ. ഇനി നമ്മൾ വീഡിയോ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ ചാലിൽ വീഴും, കുഴിയിൽ വീഴും നമ്മള്. വെക്കട്ടെ. അതുകൊണ്ട് ചുരിദാർ മേടിച്ചു കൊടുത്തതിനുള്ള സന്തോഷം കൊണ്ട് എനിക്ക് കരിക്ക് തരുന്നു. കരിക്കാന്നോണ്ടിരിക്കാണ്. ഇവിടെ ഡാഡു താഴെ നോക്കി നിന്ന് പേടിപ്പിക്കുന്നുണ്ട് അമ്മേനെ. കരിക്ക് തരുന്നത് വേറെ ഒന്നുമല്ല കേസ്. എനിക്ക് ചൂട് പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. സോ എനിക്ക് ചൂട് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കൊടുക്ക് ലാസ്റ്റ് പീസ് അതിന് കൊടുക്ക്. എനിക്ക് ചൂടൊട്ടും പറ്റാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നീര് വരിക, തലകറക്കം, പിന്നെന്താ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് എന്റെ കൈയിന്റെ സിറ്റുവേഷൻ. ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. ഡാഡിന് കൊടുക്കാം. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ടോ, ഇങ്ങനെ കുറെ വെള്ളം വരും. സോ എനിക്ക് വെള്ളം കണ്ടന്റുള്ള ഫുഡും സാധനങ്ങളൊക്കെ കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണതാണ്. അതുകൊണ്ടാണ് അമ്മ തന്നത്. അങ്ങനെ സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. അമ്മാമ്മയെ കൊണ്ടും മേമയെ കൊണ്ടും ഓരോ പൂ വെച്ച് നമ്മൾ കുടിപ്പിക്കുന്നുണ്ട്. ഓരോ പൂ വെച്ച് കൊടുക്ക്. അങ്ങനെ ഈ രണ്ട് പൂ പിടിക്ക്. അമ്മേമ്മയ്ക്ക് 2 പൂ കൊടുക്ക്. നടന്നോ നടക്ക് അമ്മ നടക്ക്. അമ്മ ഒന്നിങ്ങോട്ട് വരുമോ? അമ്മാമ്മയെ കൊണ്ട് മേമയെ കൊണ്ടും നമ്മൾ കുടിപ്പിക്കുന്നുണ്ട്. സന്തോഷായോ? മോൾ കൊണ്ടുവന്നത് കലക്കനായില്ലേ അമ്മ തരുന്ന സന്തോഷം. പരിശുദ്ധ അമ്മ തരുന്ന സന്തോഷം. അതോട്ടായില്ലേ ചേട്ടനും ചേച്ചിനെ വിളിക്കാൻ മോളെ ഇഷ്ടായോ റോസാപ്പൂവ്? സന്തോഷമില്ലേ?
നല്ല കലക്ക് രസം. അപ്പൊ advance happy birthday. എല്ലാ കൊല്ലം അമ്മയുടെ ബർത്ത്ഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലം നമ്മള് സർപ്രൈസ് കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലം ഇക്കൊല്ലം അമ്മ ബർത്ത്ഡേക്ക് മുന്നേ പോവാണ്. അമ്മാമ പറയേ ഡ്രസ്സൊക്കെ ഉണ്ട്. കാണിച്ചു തരില്ല. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് അമ്മേനെ കൊണ്ടുപോയിട്ട് എടുത്ത് സർപ്രൈസ് ആയിട്ട് എടുത്തു. ഡ്രസ്സൊക്കെ ഉണ്ട്. വീഡിയോയിൽ വഴിയെ വരും ഗൈസ്. വേറൊരു സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് വീഡിയോയിൽ ബാക്കി വരും. ഡ്രസ് മേടിച്ചു കൊടുത്തത് സർപ്രൈസ് ഞാൻ കഴിച്ചാൽ. അമ്മാമ്മയുടെ ബർത്ത്ഡേ എന്നാന്ന് പോലും അറിയില്ല. ജനിച്ച കൊല്ലം അറിയില്ല. എന്നാലും ഇരിക്കട്ടെ, എന്നാന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഇരിക്കട്ടെ. അഡ്വാൻസ് എന്നാണെങ്കിലും അഡ്വാൻസ്. അടുത്ത കൊല്ലത്തേക്കുള്ള അഡ്വാൻസ്. നന്നായില്ലേ? ആ അതെ, എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. മാതാവിന് കൊറേ പൂക്കളായി. ഇതിപ്പോ മാതാവിന്റെ ബർത്ത്ഡേ അത് അമ്മയുടെ ബർത്ത്ഡേയാ. രണ്ടുപേരുടെയും ബർത്ത്ഡേ. അമ്മ തിരിച്ച് ജെർഫിന് ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. താങ്ക് യു എന്നൊക്കെ. എനിക്ക് വേണ്ട. ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ബാക്കിൽ നിന്ന് മിഠായി തിന്നോണ്ടിരിക്കുന്ന ചെറുപ്പം മിഠായി ചവയ്ക്കണ സൗണ്ടൊക്കെ വീഡിയോയിൽ കറക്റ്റ് കിട്ടും. പിന്നെ ഞാൻ ക്യാരറ്റ് നന്നാക്കി കറി വയ്ക്കുന്നു. എനിക്ക് ചെറുപ്പിനും വേണ്ടി കഷ്ടപ്പെട്ട് കാപ്പി ബർത്ത്ഡേ ഗേളൊന്നല്ല, മുതുക്കിയായി. ബർത്ത്ഡേ മുതുക്കി അതെന്താ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുതുക്കിയാവണേ. ഞാൻ സുന്ദരിയാവും അടിച്ചെടുത്തിട്ടാ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ക്യാരറ്റ് മാത്രം തന്നെ ഞാൻ സുന്ദരിയാവും തോന്നിട്ട് പോവാണെങ്കിൽ അല്ല ക്യാരറ്റ് ജ്യൂസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഡെയിലി ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ച് തുടങ്ങാനുള്ള ഡയറ്റിന്റെ പ്ലാൻ ആയിട്ട് കുടിച്ച് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. പക്ഷെ ഇത് അതിന് വേണ്ടി അറിയുന്നതല്ല, ഉപ്പേരിക്ക് വേണ്ടി അറിയുന്നതാണ് ഗൈസ്. വെളുത്ത് ഞാൻ അമ്മ പോയി തിരിച്ചു വരുമ്പോണ്ടല്ലോ, അമ്മ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കണ്ടാ തിരിച്ചറിയാത്ത അത്രയ്ക്ക് ഞാൻ സുന്ദരിയാവും. അടുപ്പേന്ന് കരിഞ്ഞു പോണ്ട. ആ ബേബിക്കുള്ളതുണ്ട്. ഇത് കുഞ്ഞന്നാടിയും ഡ്രസ്സാ. പുതിയത് മേടിച്ചിട്ടുണ്ടോ? മാക്സിന്ന് മേടിക്കാം. ഫണ്ടൊക്കെ റെഡി ആണെങ്കിൽ നമ്മള് മാക്സിന്ന് മേടിക്കും. അല്ലേ? എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായല്ലേ? ചാടിപ്പോയാൽ കിട്ടിട്ട് ചാടിപ്പോയാൽ ഞാൻ കഴുകിയിട്ട് അത് തന്നേക്കാം. ഇതല്ലെങ്കിൽ ഇനി കഴുകാണ്ടിട്ടൊന്നും ആരും കയറാൻ വരില്ല. അതെ, നിങ്ങള് മാക്സ് ഈ സാധനം ഭയങ്കര ഷാർപ്പാണ്. കാണുന്ന പോലെ നല്ല ഷാർപ്പായ സാധനം. കൈ മുറിഞ്ഞ കൈ മുറിഞ്ഞാൽ കയ്യിലിരിക്കുന്ന വിരല് മുറിഞ്ഞ് കയ്യിലിരിക്കും. ബട്ട് ഇറ്റ്സ് ഈസി ബിക്കോസ് നമുക്ക് കഷ്ടപ്പെട്ടിരുന്ന അരിയണ്ട. ഈസി ടാസ്ക്. ഇതിങ്ങനെ അതുപോലെ കുനുകുനാന്ന് കിട്ടുന്നത്. എങ്ങനെ കുനുകുനാന്ന് നമുക്ക് അമ്മ സമ്മള നന്നാക്കിയിട്ടുണ്ട്. അമ്മ ഞാൻ വലിയ വ്ലോഗറാ, ഞാൻ വലിയ പ്രസക്തിയുള്ള യൂട്യൂബറാ. മോനും ഉണ്ണിയപ്പം ഇവിടെ മോളും തിന്നിട്ടുണ്ടോന്ന് ചോദിക്കില്ല. കുട്ടി കുറഞ്ഞാരേ നിൽക്കും. മോൻ മോൾക്ക് പൂവൊക്കെ കൊണ്ടുകൊടുത്തപ്പോ മോൻ സ്വന്തം മോൾക്ക് പൂവൊക്കെ കൊണ്ടുകൊടുത്തപ്പോ മോനെ മതി. ഇവിടെ സ്വന്തം പേരക്കുട്ടി നിക്കുന്നുണ്ട്. സ്വന്തം പേരക്കുട്ടി എന്തെങ്കിലും തിന്നോ? അതെനിക്ക് കേട്ടിട്ടുണ്ടേ, കൊടുക്കുന്നവരെ കാണുമ്പോ ആശയം കൊല്ലുന്നവരെ കാണുമ്പോ പേടിയാണ്. ഞാൻ കൊടുത്തതാ കുറച്ചു ദിവസം മുന്നേ അമ്മയ്ക്ക് കൊടുത്തതാ. ഞാൻ കൊടുത്തതാട്ടോ ഗൈസ്. ഞാൻ മാത്രം സർപ്രൈസ് കൊടുത്തില്ല. ഡ്രസ് മേടിച്ച് തന്നു. അതെന്റെ കയ്യില് തന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞാൻ സുഖല്ലേ? ഇരുന്നരിയുണ്ടല്ലോ. എന്റെ ഇവിടെ വന്ന അമ്മമ്മയുടെ അരമണിക്കൂർ നടത്ത പരിപാടിയാണ് ഇത്. എന്റെ മുടി കാർക്കുന്തൽ ഫ്രണ്ടിൽ വന്നിടങ്ങുന്ന കാച്ചിവിടെ പിന്നിലോട്ട് വെക്ക, വരിഞ്ഞ് മുറുക്കി കെട്ടി വെക്കാം. ഇതൊക്കെ ഇതല്ല അമ്മമ്മ. ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറെ ഫാൻസ് ഉള്ള ഒരു യൂട്യൂബർ ആണ് നമ്മൾ.
ഈസി അല്ലേ ഇതുപോലത്തെ ഈസി പരിപാടിയില്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ പേടിക്കട്ടെ. ഇത്രയൊക്കെയാണ് പൂവാണ് 6 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നുള്ള കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല. വയ്യാത്തോണ്ടാ കൊറേ ദിവസമായി തുടങ്ങിയിട്ട് അതുകൊണ്ടാ. എന്റെ ടോണൊക്കെ ഡിഫറെന്റ് ദേഷ്യം വരുന്ന എന്റെ ടോണൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. അമ്മ പാസ് എടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാളതാ. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ കോടാലി പോലെ അമ്മ പോണേന്റെ സന്തോഷത്തിലല്ല ഞാന്. ഇത്രയും ദിവസം അമ്മ ഇവിടെ വന്നിട്ട് പണിയുടെ തിരക്കും ബഹളങ്ങളൊക്കെ കാരണം ഞാൻ ദേഷ്യപ്പെട്ടിരിക്കണല്ലേ അമ്മ കണ്ടത്. ഇന്ന് എന്താ ഇത്ര സന്തോഷം? ഞാൻ പോയി കിട്ടുന്ന സന്തോഷം. പോയി എന്റെ അടുത്ത് അപ്പൻ എന്താ പറഞ്ഞിട്ടില്ലെന്നറിയോ? അമ്മ കുറച്ചു ദിവസം മുന്നേ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് ഇങ്ങനെ ചോദിച്ചേ, ഞാൻ 2 ദിവസം കഴിഞ്ഞ പോവും. ഞാൻ അപ്പനവിടെ സോഫയിലിരിക്കാം. അപ്പൊ അമ്മ റൂമിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ചോദിക്കാം, ഞാൻ 2 ദിവസം കഴിഞ്ഞ പോവും. ഞാൻ പോയ എന്താ കണ്ടേക്കണം അപ്പനും മോളും ചോദിച്ചു. അപ്പൊ എടുത്ത വഴിക്ക് അപ്പം പറയാ, നീ പോണന്ന് നിന്നെ എയർപോർട്ടിലാകണം, തിരിച്ചു വരുന്ന വഴിക്ക് ഫുൾ എടുക്കണം, മേശയിൽ വെക്കണം, കുറച്ച് ചിക്കൻ വറുത്തത് വെക്കണം, ഞങ്ങള് പൊട്ടിച്ചിരുന്ന് 2 സൈഡിൽ നിന്ന് അടിക്കണമെന്ന്. ഞങ്ങള് പോയ അമ്മ പോയതിലേക്ക് ഞങ്ങൾ ഈ വീട് പാറാക്കുന്നത്. ഈ വീട് ഞങ്ങൾ പാറാക്കാൻ പോവാണ്. ആ പാട്ടൊക്കെ പാടി ഞാൻ എപ്പോഴും നടക്കണ്ടാവും അവിടെ മൊത്തം. അപ്പൊ ശരിക്കും പറഞ്ഞതാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അപ്പൊ ശരിക്കും പറഞ്ഞതാ. ഭയങ്കര സന്തോഷം ഞങ്ങക്ക്, ഭയങ്കര സന്തോഷം. അമ്മ പോവാ, ഫുള്ള് എടുക്ക, അടിക്ക, നിക്ക. ചിക്കൻ കൊടുക്കോ? പിന്നല്ലാണ്ട് ഞങ്ങള് ഷെയർ ഇട്ട് മേടിക്കണ സാധനല്ലേ. അതെ. കാപ്പി എന്തായി കുട്ടിയെ? യൂട്യൂബ് ചാനലിലോട്ട് ഞാൻ ഭയങ്കര വേൾഡ് ഫേമസ് അല്ല മാമ. അമ്മല്ല മേമേ ആ ചേട്ടനെ ഇന്ന് വരുത്തണല്ലേ ഞാൻ. വേൾഡ് ഫേമസ് ആണ് ഞാൻ, വേൾഡ് ഫേമസ് ആണ്. അതായത് ഇന്ത്യ ബാംഗ്ലൂര് കൊച്ചിയിലൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വേൾഡ് ഫേമസ് ആണ് എല്ലാവർക്കും. സബ്സ്ക്രൈബേഴ്സ് എന്താണ് എന്റെ മേമേ? ഓരോന്ന് ഡിപ്പെൻഡ് ചെയ്ത് ഓരോ സമയത്ത് ഓരോ വ്യൂവേഴ്സ് ആണ്. എല്ലാത്തിനും ഒരേ ലെവലിലായിരിക്കില്ല. ഓരോ വീഡിയോസിന് ഓരോ വ്യൂസ് ആണ്. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഈ വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുമ്പോ 3689 സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ വലിയ യൂട്യൂബർ ആയിട്ട് 1 മില്യൺ അടിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പിന്നെ എനിക്ക് 1 മില്യൺ അടിച്ചിട്ടാണ് ചെറുപ്പിനെ പണി നിർത്തിട്ട് എന്റെ വീഡിയോഗ്രാഫർ ആയിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി. അമ്മ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ആയിട്ട് വേണം ചെറുപ്പിനെ പണി നിർത്തിട്ട് എന്റെ വീഡിയോഗ്രാഫർ ആയിട്ട് കൊണ്ടുനടക്കാൻ. എനിക്ക് അപ്പോഴും അവന് പിന്നെ അവനില്ലാത്ത പണിയാ, അവനല്ലേ പണി മൊത്തം. ഇന്നലെ പപ്പിയും വാങ്ങി വന്നപ്പോ പറഞ്ഞേ ഇവനെ പറഞ്ഞു വിടാന്ന്, ഇവനോട് തടിമക്കണ്ടെന്നൊക്കെ. അമ്മ സങ്കടത്തോടെയാണ് ഓടുന്നത്. നമ്മള് സങ്കടം ഇല്ല മാമ, ഇന്ന് മൊത്തം സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മള് സന്തോഷിക്കണം. വേണമെങ്കിൽ അമ്മ പോണതാണ്. പിന്നെ വേണമെങ്കിൽ വീഡിയോയിൽ കളിക്കാൻ വേണ്ടി നമുക്ക് ഫോർമാലിറ്റിക്ക് അമ്മ ഇവിടുന്ന് പോണ സമയത്ത് 2 തുള്ളി കൂടരുത്, 2 തുള്ളി കറക്റ്റ് കണക്ക് പറഞ്ഞ് കണ്ണീര് വരുത്താം. അമ്മയൊന്ന് കരഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാട്ടാ അന്ന് പോകുമ്പോ, വീഡിയോക്ക് ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിട്ടാ. കരയില്ലേ? കരഞ്ഞോളൂ. കരയിപ്പിക്കാനായിട്ട് സ്വന്തം കരയിപ്പിക്കാൻ വേണ്ടി കണ്ണിൽ വിക്സ് ചേർത്ത്. അതെ, കരച്ചിൽ ഒരാഴ്ച മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പ്രാക്ടീസ് ആയിരിക്കും ചിലപ്പോ, അല്ലാണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കരയാൻ. എന്റെ ശല്യം പോയി കിട്ടിയത്. പിന്നെ എനിക്കൊരു ആശ്വാസം ഉള്ളത്, എന്നെക്കാട്ടില് നല്ല 2 ശല്യങ്ങൾ ഇടത്തോട്ടെ പോണത്. അതാണ് കുഴപ്പം. 2 അല്ല 3. ചേട്ടൻ കേൾക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ പറയണത്. എന്നെക്കാട്ടിലും വലിയ 2 ശല്യങ്ങൾ ഇടത്തോട്ടെ പോകുന്നത്. 3 ഞാൻ എഫിമോനെ ഞാൻ തിരിച്ചു കൊടുത്തു. എഫിമോനെ അങ്ങനെ ശല്യം എന്ന് പറയാൻ പറ്റില്ല. ബാക്കി 2 അതെ, അവിടുന്ന് അകൊക്കെ വെട്ടി പഫ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമില്ല. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കഴിഞ്ഞതാണ് പോയപ്പോ. ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ ഒറ്റ കോർണ വന്നിട്ട് സ്നേഹം കൊണ്ടാണോ അത് വൈരാഗ്യം കൊണ്ടാണ് ചോര വീടാ. നമ്മുടെ നഖമൊന്നും അത്ര ഷാർപ്പനല്ല, അവരുടെ ഭയങ്കര ഷാർപ്പനായിട്ട് നഖ. എനിക്ക് ഇത്രയും നഖം ഉണ്ടെങ്കിൽ പോലും ഷാർപ്പനല്ല. പക്ഷെ അവരുടെ നഖം കുഞ്ഞിക്കാരുടെ നഖം ഭയങ്കര ഷാർപ്പാ. ഇവിടെ ഒറ്റ പൊട്ടിയുണ്ട്.
ഗൈസ് ഇതിലോട്ടൊന്നും ഇടണ്ടാവും, കുറച്ച് ഉപ്പും സവോളയും മുളക് പൊടി മാത്രം മതി. മുഖം കാണില്ലേ എന്റെ കയ്യ. നമ്മൾ എക്സ്പ്രഷൻ ഇട്ടാ മതി. മുഖം കണ്ടാലും കണ്ടില്ല എക്സ്പ്രഷൻ ഇടാം. എന്താ 5 കിലോനുള്ളത് ചിപ്സും എല്ലാം കൂടെ. അതെ ഇത് ബാക്കി അമ്മ കാച്ചിക്കോളൂ. ഇതൊന്നുമില്ല, ഇനി കുറച്ച് മുളക് പൊടി ഇടണ്ടോ? പാത്രം കഴുകി വെക്കട്ടെ ഞാൻ. ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ വറുക്കുന്നുണ്ട്. ചിക്കൻ 65 മിക്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാകുന്ന ആ ചീനട്ടിലേക്ക് എടുത്ത് ഒഴിച്ചത്. ഞാൻ പാത്രം വീഡിയോ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ ഓണാക്കിണ്ടായിരുന്നില്ല. പക്ഷെ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. പ്രശ്നമില്ല, വീട്ടിലാവുമ്പോ നമ്മള് പാത്രമൊക്കെ കഴുകണം അല്ലേ അമ്മേ? എങ്ങനെ? ആ ശരി. അപ്പൊ എന്താ ക്യാമറ പിടിച്ചായിട്ടാ അവളെ ഓരോ പണിയെടുക്കണ ക്യാമറ പിടിച്ചാൽ മതി നമ്മ. അങ്ങനെയാണോ അമ്മ? ഞാന് അങ്ങനെയാണോ? അങ്ങനെയാണ്. പാത്രം ക്യാമറ പിടിച്ചാലേ ഞാൻ പണിയെടുക്കുള്ളൂ എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ് എന്നെ പറ്റി പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങൾ. അപ്പൊ അതൊരു സത്യം. ഇന്നലെ ഇവിടെ ക്യാമറ നിരത്തി വെച്ചേക്കായിരുന്നു പുലർച്ചെ 3 മണി വരെ. ഇന്നലെ പുലർച്ചെ 3 മണിക്കൊക്കെ അറിയോ മോ പോണ സമയത്ത് അടുക്കള പോലെ അടക്കളയും ഹോളോ വൃത്തിയാക്കൽ അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ചും കഴിഞ്ഞ ഞാൻ കിടന്നത് രാത്രി. അത് കഴിഞ്ഞ് വീഡിയോ അടിച്ചത് ലാസ്റ്റത്തെ ഓക്കെ അല്ല. ഞാൻ കുളിക്കുന്നതൊക്കെ വീഡിയോ ഇടാൻ ബാക്കിയുള്ളൂ. ഞാൻ അതും കൂടി എല്ലാം കഴിഞ്ഞു. ബാക്കിങ് കുറച്ചും കൂടെ ബാക്കി ഉണ്ട് നമുക്ക്. അതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട്. ബിക്കോസ് പാത്രം കഴുകുന്ന സൗണ്ട്, പൈപ്പിന്റെ സൗണ്ട്, ബാക്കിൽ ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ട് എല്ലാം ഉണ്ടാകും. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ വക സമ്മാനം. താങ്ക് യു താങ്ക് യു. ഞാൻ അമ്മയ്ക്ക് മാത്രമേ കൊടുത്തോളോ. ഒരു ദിവസം എനിക്ക് തരിക. സമയമുണ്ട്, എനിക്ക് തന്നില്ല കുഴപ്പമില്ല. ചിക്കൂനോട് സമയമുണ്ട്, എല്ലാവർക്കും സമയമുണ്ട്. സമയമുണ്ട്. ഞാൻ 10:30 മിനിറ്റ് ഓടിക്കൂടാൻ നോക്കിക്കാൻ. ഞാൻ എനിക്ക് റോസ് ആയിരിക്കില്ല തരാം. ചാണക വെള്ളം കലക്കി ഒഴിക്കും. എനിക്ക് നിന്നെ അറിയാടാ. അമ്മയോണ്ടല്ല നീ റോസ് മേടിച്ചു കൊടുക്കുന്നത്. ചക്കര കൊടുത്തെങ്കിലും സമയമുണ്ട്. ഇവനെ അമ്മയോണ്ടൊക്കെ റോസ് കലക്കി കലക്ക് മേടിച്ചു കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ ബക്കറ്റില് ചാണക വെള്ളം കലക്കി കൊണ്ടുവന്നേനത്. അവനങ്ങനെയൊക്കെ ചെയ്യണോ? ഞാൻ തിരിച്ചങ്ങനെ ചെയ്യുള്ളൂ മാത്രം. അത് ഞാൻ കട്ടിവിടാ. ഞാൻ അങ്ങനെ തിരിച്ചു ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ നല്ല കുട്ടിയാ. നിനക്ക് നീ മാത്രം എന്നോട് ഇങ്ങനെ ദുഷ്ടരം കാണിക്കുമ്പോൾ ഞാൻ പറയും ചാണകവെള്ളം മാത്രല്ലേ കുറച്ച് ഐറ്റംസ്. യുദ്ധമോ ചിക്കൻ്റെ അടുത്ത് പുറത്ത് വയ്ക്കട്ടെ. ചിക്കൻ്റെ ചിക്കൻ ക്യാരറ്റ് ഈസ് റെഡി ഗൈസ്. ഫാനിന്റെ സൗണ്ട് കിട്ടുന്നത്. അച്ചാറിലെ എണ്ണ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ വറ്റിച്ചിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ അവരിത് എടുത്തിട്ട് അങ്ങനെ തന്നെ കളയും. അതുകൊണ്ട് തന്നെ എണ്ണ ഒന്നും ബാക്കി പുറത്തോട്ട് പെട്ടിയിലോട്ടൊന്നും ആവാൻ പാടില്ല. സോ നമ്മൾ ഇങ്ങനെ എണ്ണ ഫുള്ള് വറ്റിച്ച് എടുക്കും. ഏത് എണ്ണയാ? അതിന്റെ ചാറ് എനിക്ക് എടുത്ത് വെച്ചത് കണ്ടാ. മൂത്ത പേരക്കുട്ടിയോട് മാത്രം ഇഷ്ടമുള്ളോ. രണ്ടാമത്തെ പേരക്കുട്ടി എല്ലായിടത്തും പോകാം കണ്ടാ. മൂത്ത പേരക്കുട്ടിക്ക് കഷ്ണങ്ങളും സാധനങ്ങളും, രണ്ടാമത്തെ പേരക്കുട്ടിക്ക് ചാറ് എടുത്ത് വെച്ചോളൂന്ന് കണ്ടാ. അമ്മാമേനെ ഞാൻ സ്നേഹിച്ചിട്ടുള്ള പോലെ അല്ലെങ്കിൽ ഞാൻ പോകുന്ന പോലെ അമ്മാമേന്റെ അടുത്ത് ഒരു പേരക്കുട്ടിയും പോകുന്നുണ്ടാവില്ല. ഒരു പേരക്കുട്ടിയും ചെല്ലുണ്ടാവില്ല അമ്മാമേടെ. അത് വളരെ സത്യമാണ്. ഒരൊറ്റ പേരക്കുട്ടികള് അങ്ങനെ വരാ. ഞാൻ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും പോകുന്നുണ്ടാവും കേട്ട്. ഞാൻ വിളിച്ചുകൊണ്ട് പോയി അമ്മേനെ. സ്വന്തം മോൾക്ക് കാണണ്ട അമ്മേനെ ഞാൻ വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. അമ്മാമ്മ എടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് കണ്ടാ. വിളിച്ചു കൊണ്ടുപോയി ഞാൻ വാശി പിടിച്ചിട്ട്. ഇനി ചെറുകെപ്പ് മേടിക്കാൻ പോവാന്നില്ല. ഞാൻ പല കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട മാതാസ്ത്രീയോട് ഞാൻ പറഞ്ഞു. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് കേൾക്കാതെ അതെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ചെപ്പ് മേടിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തിനാണ് ഇങ്ങനത്തെ മണ്ട കാശ്. വേറെ ചെപ്പുണ്ട് അത് മേടിക്കടാ.
അതുണ്ട് ഇതല്ലേ അത് അപ്പുറത്ത് അത് വിളിച്ചില്ല കുപ്പി ഈ ചെപ്പ് കാണിച്ചു കൊടുക്കണ കുട്ടാ അത് വേറെ മേടിച്ചു വെച്ചിട്ടുള്ളതാ അത് കഴിഞ്ഞപ്പോ ഇത് വേറെ വലിയ അമ്മട്ടങ്ങാഴ്ച വേറെ ചെപ്പ് ഇതൊക്കെ അങ്ങനത്തെ 4 ചെപ്പുകൾ വേറെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് പോരാഞ്ഞിട്ട് ഇത് വേറെ മേടിച്ചിട്ടുണ്ട് ഈ ചെപ്പുകൾ പോലത്തെ വേറെ മേടിച്ചു ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ഇത്ര അധികം വലിയ ചെപ്പുകൾ യൂസ് ഞാൻ പറഞ്ഞ അമ്മ ചെറിയ ചെപ്പ് മേടിക്കാം ചെറിയ ചെപ്പ് എവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അനുസരിക്കില്ല പക്ഷെ എല്ലാം മണ്ടത്തരായിരിക്കുന്നു മാത്രം എല്ലാം മണ്ടത്തരായിരിക്കും അമ്മ കാണിക്കുന്നത് നേരമുണ്ട് എനിക്ക് അപ്പൊ നേരമുണ്ട് അപ്പൊ കാര്യങ്ങൾ പറയുമ്പോ അനുസരിക്കണം ഒന്നുമില്ലെങ്കിൽ അമ്മയെക്കാട്ടിലും ഒരു 10-30 ഓളം കുറച്ചുണ്ടതല്ലേ ഞാൻ അത് പഴയ ഡയലോഗാ കൂടുതലുണ്ടതല്ലേ എന്നുള്ള ഡയലോഗ് പഴയതാ ഇപ്പൊ കുറച്ചുണ്ട് എന്നുള്ള ഡയലോഗ് അതെ ഞാൻ അമ്മയെക്കാട്ടിലും ഒരു 10-30 ഓളം കുറച്ചുണ്ടെന്റെ ഇതില് 30 ഇല്ലാട്ടാ 27 എനിക്ക് 27 വയസ്സല്ലേ കുറച്ചുണ്ട് ഞാൻ എനിക്ക് 30 പറയണത് 27 വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്ക് 30 30 ഇല്ല നമ്മുടെ അവിടെ നിനക്കാ 30 എനിക്ക് 27 ആയിട്ടുള്ള അമ്മയ്ക്ക് ഞാൻ 30 ഓണം കൂടുതലുണ്ടെന്ന് എന്താ വയറ്റിന്നൊക്കെ തീറ്റ തുടങ്ങി എനിക്കാം പറഞ്ഞനുസരിക്കണം അമ്മമ്മോട് ചോദിച്ചേക്ക് എനിക്ക് എത്ര വയസ്സായി അമ്മാമ എനിക്ക് എത്ര വയസ്സായിണ്ട് അമ്മാമ 24. അമ്മാമ എന്റെ മുത്ത് 3 വയസ്സ് എനിക്ക് 27 വയസ്സുണ്ട് 24 ഗൈസ് അപ്പനും പൂ മേടിച്ചു വന്നിട്ടുണ്ട് അമ്മ ഒന്നും കൂടെ വരുമോ അതെ ഇതൊന്ന് നോക്കിയേ Thank you. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മക്ക് അപ്പൻ റോസാപ്പൂ കൊടുക്കാല്ലേ റോസ ചെടി കൊടുക്കുന്നുണ്ട് ആ വണ്ടി കുറച്ചാളല്ലേ ശരിയാ അതൊരു ചെടി അപ്പം മേടിച്ചു കൊടുത്തിട്ട് റോസാപ്പൂ ജൂൺ 28 ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഘോഷിച്ചിരിക്കും അങ്ങനെ കഴിഞ്ഞു ഗൈസ് ഇനി സർപ്രൈസുകളൊക്കെ കഴിഞ്ഞു അമ്മയുടെ ബർത്ത്ഡേ ഇത് നമ്മള് പ്ലാനിലില്ലാത്തതാ അമ്മ ഇത് പ്ലാനിലില്ലാത്തതാണ് ഗൈസ് അമ്മ ഇത് പ്ലാനിലില്ല ഗൈസ് ഇത് എന്റെ പ്ലാനിലില്ല ഇത് പക്ഷേ ഞങ്ങളുടെ പ്ലാനിലില്ല അമ്മ അതെ സർപ്രൈസാ ഇത് ശരിക്കും സർപ്രൈസാ ഇത് ശരിക്കും സർപ്രൈസാ ഇത് ഞങ്ങളുടെ പ്ലാൻ അല്ല സന്തോഷായോ ഇത് ഞങ്ങളുടെ പ്ലാൻ ഇല്ല അറിയില്ല ഞാൻ പറഞ്ഞു ഇത് പിടിക്കല്ല ആ വീട്ടിക്ക് വന്നിട്ടില്ല പറയാ പക്ഷെ ഇത് ഞങ്ങളുടെ പ്ലാൻ ഇല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി അതെ ടാറ്റ അപ്പൊ നമ്മള് ബർത്ത്ഡേയുടെ വയസ്സ് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മള് വയസ്സ് പറയുന്നില്ല കേക്ക് കിട്ടിയാലോ നമുക്ക് അപ്പൊ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അനിയന്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആയി അനിയന്റെ അപ്പൊ കേക്ക് കിട്ടിയാലേ അതെനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു
Happy birthday to dear Amma. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday, happy birthday, happy birthday to you. നന്ദി വിളിച്ചോ? നന്ദി വിളിച്ചോ? ഒരാളെ അടിയിൽ വെയിറ്റ് ചെയ്ത് കേട്ടാ. അച്ഛന് കൊടുത്തിട്ട് അവൾക്ക് കൊടുക്കാം. എന്റെ മോളുടെ ദിവസങ്ങളൊക്കെ കുർബാനയാണത്. അതിനെന്താ നല്ല കേക്കാം, നല്ല കേക്കാം അല്ലേ? അവൾക്ക് കുറച്ച് നിലത്തിട്ട് കൊടുക്കാം. അവൾക്ക് കൊടുക്കണേ. ആ അവന് കൊടുത്തില്ലേ? അവനോട് ജോബിച്ചിനോട് അവനോട് കൊടുക്കണം. ഞാൻ വീഡിയോ എടുക്കാം. അച്ഛൻ കൈ കഴുകിയിട്ട് ഇപ്പൊ വരും. അവനോട് വീഡിയോ എടുക്കാം. ജോബിച്ചിന് കൊടുക്കാം. അല്ല അവന് കൊടുക്കും. അച്ഛന് കൊടുത്തിട്ട് നിനക്ക് എടുക്കാം. നോക്കി നിക്കണു. ആൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവളെ കിട്ടും. നന്നായിണ്ട്. അമ്മമ്മമാര് പട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങിയ തീരുമാനമായി. അമ്മമ്മമാര് ആര് കൂലി കൊടുക്കണേ. നല്ല കേക്കാ, നല്ല കേക്കാ. മാംഗോന്റെ ഭയങ്കര സർപ്രൈസ് ആയി പോയില്ലേ. കേക്ക് തനിക്ക് കൊണ്ടുവന്ന ചില വഴിയില്ല. മെൽറ്റായി തുടങ്ങി. അച്ഛന് കൊടുക്ക്, അച്ഛന് കൊടുക്ക്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ചിക്കുന് കൊടുത്തതാ. ചിക്കുന് അമ്മാമ ചിക്കുനെല്ലാരും ഓ ചിക്കുനെല്ലാരും വലിയ വലിയ പീസുകൾ വെച്ച് കൊടുക്കണം കേട്ടാ. നിലത്തിട്ട് കൊടുത്തോളൂ. ക്രീം മാത്രം മതി. അതാണ് ജെറിഫിന് കിട്ടിയേ. അവൻ ഡയറ്റിലാന്ന്. ചെറുത് മതിന്ന്. വളരെ ചെറുതാടാ ഡയറ്റിലായ കാരണം. നിനക്ക് മതി അമ്മാവേ? മതി മതിട്ടാ. അവൾക്ക് മതിട്ടാ. അപ്പൊ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇവനെ എന്റെ പട്ടിയുടെ ഷാമ്പു കൊടുത്തിട്ട് അവൻ കൈ കഴുകി ഗൈസ്. പട്ടിയുടെ ഷാമ്പു കൊടുത്തിട്ട് കൈ കഴുകി ഗൈസ്. അത് ബോഡി വാഷ് എടുക്കുന്നത് അപ്പുറത്തെ. ഞാൻ പറയാൻ വരാ. പട്ടിയുടെ ഷാമ്പു കൊടുത്ത് കഴുകുന്ന അത് അപ്പുറത്തെ രണ്ടും തന്നെയാ. ബോഡി വാഷ് തന്നെയാ. അത് പട്ടിയുടെ അല്ലടാ. അടിപൊളിയായിട്ടില്ലേ ഡ്രസ്സ് കാണാൻ? ഇത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുമ്പോ പറഞ്ഞ ഡ്രസ്സല്ല ഗൈസ്. ഇത് മൈക്ക് കവറായിട്ട് നിക്കണില്ലല്ലോ. എന്തായാലും എനിവേസ് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്ന ഡ്രസ്സല്ല. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് എല്ലാ തവണയുള്ളത് പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങാണ്. വലിയ ബാഗൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നുമില്ല. അതുപോലെ ഒരു രസം. അപ്പൊ ഇനി പോയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. പോണ വീഡിയോസ് ഒന്നും എടുക്കണമെന്നില്ല. ബാക്കി വീഡിയോസ് എടുക്കാം. ബൈ. ഓൾറെഡി ലേറ്റ് ആയി ഗൈസ്. ഞാൻ ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് എന്നൊക്കെ കൊണ്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞാൻ വീട്ടിലോട്ട് ഒരു 1 hour പർച്ചേസ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. പക്ഷേ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്താറായ സമയത്താണ് സന്തോഷ വാർത്തയാണോ അതോ സങ്കട വാർത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടിങ്കുവിൻ്റെ വാട്ടർ ബ്രോക്കായി. അറിയാലോ എൻ്റെ ചേച്ചി ടിങ്കു, ധന്യ. ടിങ്കു ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. ധന്യക്ക് വാട്ടർ ബ്രോക്കായി. പക്ഷേ ഈ മന്ത് എൻഡിലോട്ടാണ് ഓൾമോസ്റ്റ് നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നത്. ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലോട്ടായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ശരിക്കും ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വളരെ ഏർലി ആയിട്ടുള്ള ഡെലിവറി ആയിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ. ഞാൻ ആക്ച്വലി ഇന്നലെ ഓർത്തേ ഉള്ളൂ വെറുതെ അങ്ങനെ ഉണ്ടായാലോ. പക്ഷെ ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായാലോ, അമ്മ ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് എങ്ങാനും ഡെലിവറി ആയാലോ എന്ന് ഞാൻ വെറുതെ വിചാരിച്ചുള്ളൂ. പക്ഷെ അത് ഇന്ന് സത്യമാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അമ്മ അടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മ ഇത് പറയാൻ പറ്റില്ല അമ്മയുടെ അടുത്ത്. ഓൾറെഡി നല്ല ടെൻഷനിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. പറയാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ മൊത്തം ഇത്രയും മണിക്കൂർ അവിടേക്ക് ഇല്ലേ, ന്യൂസിലാൻഡ് വരെ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ ഫ്ലൈറ്റിൽ മൊത്തം ടെൻഷനിലായിരിക്കും. സോ എനിക്കാണ് ഇപ്പോൾ മൊത്തം ടെൻഷനും. എന്താണെന്നറിയില്ല, ഒന്നും പറയാൻ കിട്ടണില്ല. ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സൂൺ നമുക്ക് ഒരു ബേബി ഗേൾ വരാനായിട്ട് പോവാണ്. അങ്ങനെ ഒന്നും പറയാനൊന്നും കിട്ടണില്ല ഗൈസ്. അപ്പോൾ അമ്മയടുത്തും പറയാൻ പറ്റില്ല, അമ്മാമ്മയടുത്തും പറയാൻ പറ്റില്ല, മേമ്മയടുത്തും പറയാൻ പറ്റില്ല. ആകെ അപ്പയടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിനെ വിളിച്ച് ചോദിക്കണം എന്തായി എങ്ങനെയായി എന്നൊക്കെ.
എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോസ് ഇനി വഴിയെ കാണാം. ഷുഗർ അടിച്ച് ചാവും. അപ്പോൾ നമ്മൾ പോവാനായിട്ട് പോവാണ്. പക്ഷെ അതിന് മുന്നേ ലാസ്റ്റ് ഒരു കുട്ടി സർപ്രൈസ് കൂടെ ബാക്കിയുണ്ട്. അതിന് കേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ലാസ്റ്റ് നമ്മൾ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്ലാനിൽ ഇല്ലാത്തൊരു കേക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. സെക്കൻഡ് കേക്ക് കട്ടിങ്. പക്ഷേ ഇപ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് എനിക്കറിഞ്ഞോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടിങ്കുവിൻ്റെ വാട്ടർ ബ്രോക്ക് ആയിട്ടിരിക്കുകയാണ്. സോ എനിവേസ് നമ്മൾ ഏൽപ്പിച്ച് പോയില്ലേ സാധനം, മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കുട്ടി കേക്കാ, കുഞ്ഞി കേക്ക്. ഞാനൊരു കുട്ടി കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാണിച്ചു കൊടുക്കണം. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ കേക്ക് ഉണ്ട്? റിയല്ലേ? പാക്ക് ചെയ്യണ്ടെന്ന് പറയാമോ? ഇപ്പൊ ഞാൻ കെട്ടിയാലും അവളത് ബോക്സിലൊന്നും ആക്കണ്ടെന്ന് പറയട്ടോ. ഇപ്പൊ എന്നെ കട്ട് ചെയ്യാനാ. ബോക്സിലൊന്നും ആക്കണ്ടെന്ന് ഇപ്പൊ കട്ട് ചെയ്യാനാ. അത് കുഴപ്പമില്ല. ഇപ്പൊ റിയ അത് ബോക്സിലാക്കണ്ട. ഇപ്പൊ കട്ട് ചെയ്യാനാ. ഒരു കട്ട് തന്നാ മതി. കേക്ക് കിട്ടിയിട്ടേ. കേക്ക് എങ്ങനെയുണ്ട്? നൈസായിട്ടില്ലേ കേക്ക്? ബെസ്റ്റ് മോം എവർ. എങ്ങനെയുണ്ട്? നൈസല്ലേ? വായോ അമ്മനെ വിളിച്ച് പുറത്ത് നിർത്തി കേക്ക് കട്ടിപ്പിക്കേണ്ടി വരും. അകത്ത് ലൈറ്റ് ഇല്ല. പുറത്ത് നിർത്തി കേക്ക് കട്ടിപ്പിക്കാം. നല്ല ഡിസൈൻ ആയിട്ടില്ലേ? ബെസ്റ്റ് മോം എവർ. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് സവാടി കാണിച്ച കുട്ടിയുടെ ഒരു മിനിറ്റ് ഓടിപ്പോയില്ല. അമ്മ ഒന്നും കൂടെ വരുമോ? രസമല്ലേ കേക്ക്? ഒരു ഫോട്ടോ എടുത്ത ബെസ്റ്റ് മോം എവറിന്റെ വീഡിയോ കിട്ടിയെടുത്തോ. ഞങ്ങൾ അയ്യോ അകത്ത് ലൈറ്റ് ഉണ്ടാവില്ല. ഡാഡു അപ്പൊ എല്ലാരും പാട്ട് കൊടുക്കുക. എല്ലാരും പാട്ട് കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു അമ്മ. Happy birthday to you. May the good God bless you. Happy green apple. ചിക്കുന്ന ബാ വരുന്നുണ്ട്. ഗ്രീൻ ആപ്പിൾ ഫ്ലേവറാ. കഴിക്കണ്ട. ഷുഗർ ഓൾറെഡി അധികം. ഹാപ്പി ബർത്ത്ഡേ മേഡം. ഞാൻ ഏറ്റുപിടിച്ചു. അതെ ഞാൻ ഏറ്റുപിടിച്ചു. മുറിച്ചിട്ട് അസുലഭ നിമിഷം അതൊക്കെ ചരിത്രങ്ങളിലെ താളുകളിൽ സൂക്ഷിക്കപ്പെടുന്ന. പിന്നെ
വീഡിയോയിൽ മണ്ണടിക്കില്ല അതുകൊണ്ട് കുളിക്കണ്ടെന്ന് പറയാം. നീ ഇപ്പൊ ചെയ്യണ പോലെ അല്ലേ ഞാൻ എല്ലാവരും കുളിക്കാറുണ്ട്. പറയലല്ലോ എടുത്തോണ്ട് കൊടുത്തങ്ങോട്ട് എടുത്തോണ്ടിരിക്കുന്നേ കൊടുത്തോണ്ട് കല്യാണത്തിന് അവന് കൊടുക്കാം. ഞാൻ എടുക്കാം വീഡിയോ. അവന്റെ വീഡിയോ ഒന്ന് എടുത്ത് കൊടുക്കണേ. ഷുഗർ ഇല്ലാത്ത ആളോ? അതെ അവന് ഷുഗർ ഇല്ലാത്ത അവന് എടുത്ത് പറഞ്ഞായിരുന്നു. അതെ ഷുഗർ ഇല്ലാത്ത ആളോ? അമ്മയ്ക്ക് ഓക്കെ എല്ലാവർക്കും അതിലെ പിന്നെ എല്ലാരും കഴിക്കാറൊക്കെ മുറിച്ച് കഴിക്കാൻ പോണ 6:30 കഴിഞ്ഞു. പോടാ അപ്പനുണ്ട് ജീവനുണ്ട് 3 പേരും കൂടി അടിച്ച് പൊളിക്കും. അവളെ അങ്ങോട്ട് ബെഡ്റൂമിലേക്ക് അമ്മയുടെ പൊന്നെ അങ്ങോട്ട് പോയി അമ്മ പോണില്ല. അമ്മ മരുന്ന് മേടിച്ചിട്ട് വരാം. മരുന്ന് വെച്ചിട്ട് വരാടാ മണിയെ. മരുന്ന് വെച്ചിട്ട് വരാടാ. അമ്മ ഓടി പോയിട്ട് മരുന്ന് വെച്ചിട്ട് വരാട്ടാ. അമ്മ ചിക്കണണിയെ വേഗം വരും കേട്ടാ. മതി കേൾക്കാം. ലേറ്റ് ആക്കി വെച്ചിട്ട് ഇത് നോക്കണ്ട 6:35. 6:35 ആയിട്ടുള്ളോ? 6:35 കഴിച്ചു. ഞങ്ങൾക്ക് 7 മണിക്ക് ഇറങ്ങിയാലെത്താൻ പറ്റും. 6:35 ആയിട്ടുള്ളോ? ഇതാണ് കേക്ക്. അത് തെറ്റാ. അത് ഞാൻ ഫാസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്. 6:35 കേസ്. 6:35 പ്രാർത്ഥിച്ചിറങ്ങുകയാണ്. പോവാ ഇറങ്ങിക്കോ. തിരിച്ച് ഉത്സവം അവിടുത്തെ അമ്മയുടെ വീട്ടില്. ടോണി വരും. ഞാൻ ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റുമോ? ടോണി വരും. ഞാൻ പോവാൻ പോണ പോലെ എന്റെ കട്ട ഞാൻ വരുന്നുണ്ട്. നാളെ തന്നെ വരുന്നു കിട്ട്. അമ്മയുടെ ബാഗിലിട്ടോ. എന്റെ പേരിട്ടുണ്ടോ? നിനക്ക് നടന്നേ കിട്ട്. അത് കയറി നീ അത് കയറേ. എടുക്കാൻ പറ്റില്ല. ഞാൻ പോണില്ല. നേരെ എടുക്കാൻ പോയോ? ഞാൻ കയറാത്ത പറയാ രാവിലെ കഴിയുമ്പോ കഴിച്ചോ. ഏയ് ഇല്ല ചെറുതായിട്ട് കഴിക്കാൻ ആദ്യമായിട്ട് നോക്കി ആരെ തള്ളണം നോക്കി. അതെ അതെ അമ്മ സായി സായി ഇവിടെ കൊച്ചിയിലല്ലേ? സായി പ്ലീസ് സായി എക്സ്ക്യൂസ് മീ പറ്റൂ. തോട്ടത്തിലങ്ങാടി പറഞ്ഞു അതെ ഇവിടെ നിന്ന് തല മറ്റേ അത് മുടി കൂടി ഞാൻ ഇവിടെ പറഞ്ഞാലും ഇതിന്റെ പോലെ ആയിട്ട് വരാന്ന്. താടി ഞാനും ചോദിച്ചത് നോക്കി
പെട്ടെടുത്ത് പോലെ ആലോചിക്കാന്ന് അപൂർവ കാഴ്ചയാന്ന് പറഞ്ഞില്ലേ. അമ്മയ്ക്ക് കൊണ്ട് നീയാണ് തിന്ന്. ഇതിപ്പോ ആരെ പോണം ശരിക്കും? പാസ്പോർട്ട് എടുത്തില്ല ഇനി കൊടുത്ത് അവിടെ എത്തിട്ട് ആള് പറയില്ല. നീ പോണ പോയി ഞാൻ പോട്ടപ്പോ ഞാനാ പോണെന്ന് ടിക്കറ്റില്ലെന്നുള്ള വിസിക്കുണ്ട്. ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച സത്യം പറഞ്ഞാൽ മാസത്തേക്ക് പോയി വരാം. അതെ ആ ചേച്ചി വേറെ ഫ്രണ്ടിൽ നിൽക്കണ്ട. ഇനി കുറച്ച് പേര് പോവാണ്ട് മാറി അവളെ പറഞ്ഞു. അവര് ചിലപ്പോ 8, 9, 50. സായിന ആദ്യമായിട്ട് കാണി നമ്മ അമ്മ ഭയങ്കര നല്ല വ്യത്യാസമായില്ലേ? അമ്മ പണ്ട് കുറവുണ്ട്. ഞങ്ങൾ ഒരു ബസ്സിലായിരുന്നു. ഞാൻ നിങ്ങളെ പേര് പോപ്പില്ല. ഞാൻ പോവാന്ന്. അപ്പൊ തന്നെ പോയാ പുള്ളടിക്കണ്ടാവുന്നേ. അമ്മ 100 രൂപ കാരണം ഇതെല്ലാം നമ്മളെ ആൾക്കാരെന്നാണ് കേട്ടാ. ഇതെല്ലാം നമ്മളെ ആൾക്കാരെന്നാണ്. അവരെടുത്ത് പോയി സെൽഫി എടുക്കാൻ ക്യാമറ തിരിച്ചിട്ട് വീഡിയോ അപൂർവ D6 വരാൻ പറ. തിന്നാൻ വേണ്ടി ഒരു ജന്മം. ജോസ് കഴി പിള്ളാച്ചൻ നീ ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അത് സീമ നമുക്ക് റീക്രിയേറ്റ് ചെയ്യണ്ടോടെ. ഒരു കോളി തരാം. ഇടാം. ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ കപ്പിൾ ഡാൻസ് ഉണ്ട് ഇവിടെ. കുറച്ച് കഴിയുമ്പോളേ നമ്മുടെ ഞങ്ങളെയാ നമ്മളല്ലേ പ്ലാൻ ചെയ്തതാണ്. സ്പോട്ട് പ്ലാൻ ഓ അതാണല്ലേ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടതല്ല. പറഞ്ഞിട്ടതാ. ഫുൾ സൈസ് കിട്ടിയിട്ടാ. പറഞ്ഞിട്ടതാ എന്നോ. കൊച്ചനെ പഠിച്ചു നമ്മളെ പറഞ്ഞിട്ട് കൊരയ്ക്കും പറ്റി കടിക്കില്ലതാണോ. ഇതൊന്നും വോയിസ് ഇടില്ല. അതാണ് പ്രശ്നം. അതൊക്കെ ഇടാം. വോയിസ് കിട്ടിയാലല്ലേ നോയിസ് ക്യാൻസലേഷൻ കിട്ടുണ്ടോ നോക്കിയ വോയിസ്. നീ കട്ട് ചെയ്ത ഫുള്ള് പോയി ഇല്ലാതെ അവർക്ക് അമ്മയ്ക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ട് ഞാൻ ആളൊന്നും ട്രോളി. ശരി ടമ. പുലർച്ചെ 1 മണിയാവും. അല്ല ഫ്ലൈറ്റിൽ ഭക്ഷണം കിട്ടുമ്പോൾ 1 മണിയാവും.
ആവശ്യമില്ല. അല്ല ഈ ബാഗൊക്കെ അവരെ പിടിക്കുമ്പോൾ ഗേറ്റിന്റെ പിടിക്കാം. അപ്പൊ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ് ഹാപ്പി ജേടി. കരയിപ്പിക്കല്ലേ എന്നെ. അമ്മ നിർത്തൂല അത്, അതപ്പോ പ്രശ്നമാവും. അമ്മ അതെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ കരഞ്ഞു കഴിഞ്ഞു. ഒരാഴ്ച മുന്നേ പറ്റില്ലേ അത് ഇന്നപ്പോ കഴിച്ചോ? 1 മണിക്ക് ഫ്ലൈറ്റ് കിട്ടുള്ളൂ. മാറി തന്നെ അവിടുന്ന് അവര് റൊമാൻസിന്റെ ഇടയിൽ അവള് കോളാക്കിയത്. അവൾ അതിന്റെ ഇടയിലോട് തലവെച്ച് അവർക്ക് അതിന് മാത്രം വെട്ടി അവൾ അതിന്റെ ഇടയിൽ കൊണ്ട് കോളാക്കിയത്. അവര് മൈലേക്ക് റൊമാൻസ് എടുക്കണം. അതിന്റെ ഇടയിൽ അവള് കയറി തല വെച്ച് കോളാക്കിയത്. മുംബൈയിലും നാഷണലും റൊമാൻസ് ചെയ്യാൻ കൊടുക്കില്ല. ഓ 3 ഇവിടെ നമ്മുടെ ബോക്സ് മാത്രം കാണാനില്ല. ഇതാ വരില്ല പോണേ. 1 2 ആ ദേവിന്റെ നമ്മളെ അതാണ് രംഗപ്രവേശം ചെയ്യേണ്ടത്. ആരാന്ന് കൊണ്ടുവരുന്ന ആള്. അവന് 1 മണി കൊടുത്തോ? അവനെ സൈസിന് വേണ്ടി അല്ലാതെ നമുക്ക് വെറുതെ ഇവരെ നൈസായിട്ട് ഒന്നും അറിയാതെ ക്യാമറ പിടിച്ച് എന്നിട്ട് വെക്സിറിന്റെ ഒരു മോളെ ഞാനത് പെട്ടെന്ന് പിന്നെ പോലെ കണ്ടതാ. കണ്ട് അല്ലേക്ക് തോന്നി അത് വേറെ നടക്കണ്ട. അപ്പുറത്ത് കണ്ട അത് യുദ്ധം നടക്കും. ഒരാളെ കണ്ണ് നിറഞ്ഞു, 2 കണ്ണ് നിറഞ്ഞു. ഉണ്ട് 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 ഉണ്ട്. ഇവിടെ നോക്കിയേ നിറഞ്ഞിട്ടുള്ളൂ. ആ നല്ല പോലെ പറഞ്ഞത്. വരും ഇപ്പൊ വരും. ഒരു 10 എനിക്ക് കരയണത് ശരിക്കും കിട്ടണ അങ്ങോട്ട് പിടിച്ചോ. യുദ്ധം അത് ഇവിടെ കിടന്ന് കരയാണ്ട് മാറും. ഞാൻ കരഞ്ഞു ശരിക്കും അടുത്ത് പിടിക്കണോ? വേണ്ട വേണ്ട. നോ 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 ഡോണ്ട് ഡു ദാറ്റ്. അമ്മ പോണ എന്നെ സങ്കടമുണ്ട്. ഈ സൈസ് കോമഡി കാണുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കാൻ മനുഷ്യല്ലേ. ഇത്ര വെച്ചിട്ട് കറക്റ്റ് കണ്ണ് മാത്രം ഉണ്ടായിരുന്നോ?
അവൻ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ടാറ്റയാക്കി കൊണ്ട്. അതെ നീ എന്താ കള്ളന്മാരെ പോലെ സൈഡിലോട്ട് അറിയിക്കോ ഇതേ പൈലറ്റ് പൈലറ്റ് കൂടെ സായ അങ്ങോട്ട് പോകണ്ട് ദേവ്. പൈലറ്റ് കൂടെ ഒരാൾ പിന്നെ ഞാൻ എന്താ മറന്നു മേലിന്ന് എടുക്കാൻ എന്താണോ അവിടെ ആടാ അതെ ആടാ ദേവ് ദേവ് എവിടെ ചെല്ലുന്ന അറ്റത്താ ഇന്ന് കിട്ടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഫുള്ള് പൈസ അടക്കം കിട്ടുന്നത്. ഇനി ഉരുളി പോയാ നിന്റെ താലോക്കി വരും അവര്. കല്യാണങ്ങളിൽ കൊണ്ടുവരുത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീടിന്റെ പിന്നിലെ റെന്റിനെടുക്കാൻ നമുക്ക് എല്ലാം ഉരുളെടുത്തിട്ട് കല്യാണങ്ങൾ നമ്മളെ വണ്ടി വരുന്നത്. അതെ നമ്മളെ വണ്ടി വന്നിട്ട് ബൈ ബൈ ബൈ. അപ്പൊ തൃശ്ശൂർ എവിടെയും കാണാന്ന് നാളെ സായി വരുമ്പോഴേക്ക് നാളെ അപ്പം ഫ്രണ്ടിലിരുന്നോ? അപ്പൊ നാളെ നീ തൃശ്ശൂർ വരില്ലേ? അപ്പൊ വൈകിട്ട് ഇറങ്ങും. ഞാൻ രാത്രി നീ ഏതെങ്കിലും സ്ഥലത്ത് മുഖം പിടിക്കുന്നത് എന്നെ ഉന്തിട്ട് തെണ്ടി ഞാൻ പോവാടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അമ്മേനൊക്കെ കൊണന്നാക്കി വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് രണ്ടാമത്തെ ബേബി ഗേളാണ് ഉണ്ടായി. രണ്ടാമത്തെ ബേബി ഗേൾ വന്നിട്ടുണ്ട്. സന്തോഷമാണ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അറ്റ് എ ടൈം എനിക്ക് ചിരിക്കണോ അതോ കരയണോ എന്നുള്ളൊരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷനായിരുന്നു അമ്മ പോയ സമയത്ത്. അത് മാത്രമല്ല, അമ്മ പോണ സമയത്ത് ഞാൻ കരയില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ഡെസ്പായിപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ കോല ആരും മൈൻഡാക്കണ്ട, നല്ല രീതിയിൽ ടയേർഡാണ്. കുറേ ദിവസമായി അതിൻ്റെ പിന്നിൽ ഓട്ടവും ഉറക്കുളച്ചിരിക്കലും പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പം അമ്മ പോണ സമയത്ത് ഞാൻ കരയില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അമ്മ അവിടുന്ന് പോയി, അമ്മേൻ്റെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നപ്പോൾ ഞാൻ പുറഞ്ഞ കരച്ചിലായിരുന്നു. പക്ഷെ അങ്ങനെ കരച്ചിലും കാണിച്ചുകൊണ്ട് എന്താ പറയുക, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ ഇമോഷൻസ് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അമ്മേനെ വിട്ട് നിൽക്കുന്നത്, ഇത്രയും ഗ്യാപ്പിൽ വിട്ട് നിൽക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം 2 വീക്സ് വരെയൊക്കെ ഞാൻ അമ്മേനെ കാണാൻ നിൽക്കാറുള്ളൂ വർക്കിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പോൾ നാളെ തൊട്ടിട്ട് എനിക്ക് നിങ്ങളൊക്കെ തന്നെയുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യും. നിങ്ങളോടൊക്കെ എനിക്ക് സംസാരിക്കാനായിട്ട് ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് ഇടാനായിട്ട് വ്ളോഗ്സ് ഇടാനായിട്ട് ട്രൈ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം ഉള്ളൊരു ദിവസമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഇനി കിടക്കട്ടെ. വന്ന് ഫുഡ് കഴിച്ചിപ്പോൾ വന്നിട്ടുള്ളൂ. ഇനി ഒന്ന് കുളിക്കണം, ഒന്ന് കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. നാളെ എഗെയിൻ ബാക്ക് ടു മൈ ബിസി ഷെഡ്യൂളാണ്. നാളെ കുറച്ച് പരിപാടികളുണ്ട് ആസ് യൂഷ്വൽ. അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. സർപ്രൈസുകളും കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ പാരൻസിനൊക്കെ ഇതുപോലത്തെ കുട്ടി സർപ്രൈസുകൾ നിങ്ങൾ കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുട്ടി സർപ്രൈസുകൾ കൊടുക്കുക. ഞാൻ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനാട്ടും ഗ്രാൻഡായിട്ട് അമ്മയുടെ ബർത്ത്ഡേ അപ്പയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ വർക്കില്ലാതായപ്പോൾ അവർക്കറിയാം എൻ്റെ സിറ്റുവേഷൻ. ആൻഡ് ഓൾസോ അവർക്ക് ഞാൻ എന്ത് കൊടുത്താലും അവർ ഹാപ്പി ആണെന്ന് എനിക്കും അറിയാം. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അമ്മേനെ ഹാപ്പിയാക്കി ഞാൻ വിട്ടിട്ടുണ്ട് എന്ന് എൻ്റെ വിശ്വാസം.
സോ നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് ഇതുപോലത്തെ കുട്ടി കുട്ടി സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എപ്പോഴെങ്കിലും. അതിപ്പോൾ ബർത്ത്ഡേ തന്നെ വരണമെന്നൊന്നുമില്ല, എപ്പോഴും നിങ്ങളുടെ പാരൻസിനെ ഹാപ്പി ആക്കി വയ്ക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല ടയേർഡാണ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.